നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. അണ്ടത്തോട് തങ്ങൾപ്പടിയിൽ ബൈക്ക് മറിഞ്ഞ് അപകടം, യുവതിക്ക് പരിക്കേറ്റു. വെളിയങ്കോട് അയ്യോട്ടിച്ചിറ സ്വദേശിനി 20 വയസ്സുള്ള നസീലയ്ക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ നസീലയെ അകലാട് മുന്നേനി വി കെയർ ആംബുലൻസ് പ്രവർത്തകർ വെളിയങ്കോട് മെഡിസിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് യുവാവിന് പരിക്ക്. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെ എയ്യാൽ അമ്പലത്തിന് സമീപത്തായിരുന്നു അപകടം. കോളങ്ങാട്ടിൽ മൊയ്തീന്റെ മകൻ മുഹമ്മദ് ഷാനാണ് പരിക്കേറ്റത്. തലയ്ക്കും മുഖത്തിനും സാരമായി പരിക്കേറ്റ മുഹമ്മദ് ഷാനെ കേച്ചേരി എക്സ് പ്രവർത്തകർ തൃശൂർ ജൂബിലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. SSLC +2 പരീക്ഷകൾ തിങ്കളാഴ്ച തുടങ്ങും. രാവിലെ 9:30 മുതൽ 9:45 വരെയാണ് കൂൾ ഓഫ് ടൈം. 9 മണിക്ക് മുന്നേയായി മുഴുവൻ കുട്ടികളും സ്കൂളിലെത്തണം. മാർച്ചിലെ ചൂട് കാലാവസ്ഥയും റമദാനും ഉള്ളതിനാൽ SSLC പരീക്ഷകൾക്കൊപ്പം സ്കൂൾ വാർഷിക പരീക്ഷകൾ എഴുതുന്ന 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും പരീക്ഷകൾ രാവിലെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഹയർ സെക്കൻഡറി പരീക്ഷാ സമയം. ഉച്ചയ്ക്ക് 1:30 പരീക്ഷ ആരംഭിച്ച് 4:15 അവസാനിക്കും. 2 വെള്ളിയാഴ്ചകളിലുള്ള ഹയർ സെക്കൻഡറി പരീക്ഷകൾ 2 മണിക്ക് ആരംഭിച്ച് 4:45 അവസാനിക്കും. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 മണി മുതൽ ചേംബർ ഹാളിൽ സജ്ജമാക്കുന്ന ഡോക്ടർ KV ഷൺമുഖദാസ് നഗറിൽ നടക്കുന്ന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ബിസിനസ് മീറ്റിന്റെ ഉദ്ഘാടനം ഔഷധി ചെയർപേഴ്സണും മുൻ MLA-യുമായ ശോഭന ജോർജ് നിർവഹിക്കും. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. എക്സ്പോയുടെ ഉദ്ഘാടനം കുന്നംകുളം നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T. സോമശേഖരൻ നിർവഹിക്കും. വാർഡ് കൗൺസിലർ പ്രസന്ന റോഷിദ് ചടങ്ങിൽ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘടന തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ ഉഷ, സെക്രട്ടറി ഹനിനി രാജ്, ഫിനാൻസ് കൺവീനർ AM നവീൻ, കൺവീനർ MP സന്തോഷ്, സംസ്ഥാന സമിതി അംഗം RV ആനന്ദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരു വർഷത്തോളം നിന്ന് എന്നുള്ള സർട്ടിഫിക്കറ്റ് ഒരു തഹസിൽദാർ അപ്രൂവ് ചെയ്തിട്ട് അത് കൗൺസിലിന് കൊടുക്കുക, കൗൺസിൽ അംഗീകരിക്കുക, അപ്പോൾ അവർക്ക് രജിസ്ട്രേഷൻ കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് ഈ രീതിയിൽ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു അശ്മരിക്ക് കല്ലുരുക്കി കൊടുക്കുന്നതല്ല വൈദ്യശാസ്ത്രത്തിന്റെ രീതി. അതിനുള്ള കാരണം എന്താണെന്ന് ആലോചിച്ച് അതിനനുസരിച്ചുള്ള ഒരു രോഗശമനത്വം കൊടുക്കുക എന്നുള്ളതാണ് വൈദ്യശാസ്ത്രത്തിന്റെ രീതി. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു പുസ്തകം വായിച്ചിട്ട് ചികിത്സിക്കാം. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന് കാരണം എന്താ വെച്ചാൽ ഇതിന്റെ പിന്നിൽ ഒരു ചിന്തയുണ്ട്, ഇതിനൊരു ശാസ്ത്രീയതയുണ്ട്, ഇതിനൊരു നിദാനമുണ്ട്. നിദാനം വെച്ച് കഴിഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്. ഈ മെത്തേഡും ഇതെല്ലാം കൃത്യമായിട്ട് അഭ്യസിച്ച് അത് വ്യവസ്ഥാപിതമായ രീതിയിൽ എന്ത് ചെയ്യണം, പരീക്ഷിക്കണം. ചിത്രകലാരംഗത്തെ ആചാര്യൻ ഗണപതി മാസ്റ്ററുടെ 86ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി ഗുരുസ്മരണീയം ഞായറാഴ്ച പുന്നൂർകുളം ആർട്ട് ഗാലറിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുരസ്കാര സമർപ്പണം, ചിത്രകലാ ക്യാമ്പ്, പ്രദർശനം, ചിത്രരചന മത്സരം, അനുസ്മരണ സമ്മേളനം എന്നിവ നടക്കും. ജില്ലാ കലോത്സവ പെൻസിൽ ഡ്രോയിംഗ് മത്സരത്തിൽ ഫസ്റ്റ് A ഗ്രേഡ് നേടിയ PN നിരാമയ്ക്കാണ് ഗുരുസ്മരണീയ പുരസ്കാരം നൽകുന്നത്. ഗൺപത് എന്ന ശിഷ്യ സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് സാംസ്കാരിക പ്രവർത്തകൻ VK ശ്രീരാമൻ നിർവഹിക്കും. തുടർന്ന് 2 മണി മുതൽ 3:30 വരെ 4 വിഭാഗങ്ങളായി തിരിച്ച് ചിത്രരചനാ മത്സരം, 4 മണിക്ക് നടത്തുന്ന ഗുരുസ്മരണീയത്തിൽ രുക്മിണി ടീച്ചറുടെ നേതൃത്വത്തിൽ ദീപാർച്ചന, ഗുരുവന്ദനം, സംഗീതാർച്ചന എന്നിവയുമുണ്ടാകും. സംവിധായകൻ അമ്പിളി ഗുരുസ്മരണീയം ഉദ്ഘാടനം ചെയ്യും. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. PM നാരായണൻ നമ്പൂതിരി പുരസ്കാര സമർപ്പണം നടത്തും. ഗണപതി മാസ്റ്ററുടെ 28ഓളം ശിഷ്യന്മാരാണ് ചിത്രകലാ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. MV നാരായണൻ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരെ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ ഗിരീശൻ ഭട്ടതിരിപ്പാട്, ബൈജു കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വർഷം പുന്നൂർകുളം ആർട്ട് ഗാലറിയിൽ വെച്ചിട്ടാണ് സമുചിതമായ പരിപാടികളോടുകൂടി രാവിലെ 10 മണി മുതൽ 25ഓളം ചിത്രകാരന്മാരെ, കേരളത്തിലെ പ്രശസ്തരായ ചിത്രകാരന്മാരുടെ പെയിൻറ്റിംഗ് ക്യാമ്പ് തുടങ്ങും. അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് VK ശ്രീരാമനാണ്. അദ്ദേഹം ഒരു കൊടിക്കൂറ ഉയർത്തി അതിൻ്റെ ഉദ്ഘാടനം കർമ്മം നിർവഹിക്കും. അതിനുശേഷം ക്യാമ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. 2 മണി മുതൽ 3:30 വരെ കുട്ടികൾക്കുള്ള ചിത്രവര മത്സരമാണ്. അത് കിഡ്ഡീസ്, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ 4 വിഭാഗങ്ങളിലായിട്ടുള്ള മത്സരം. 50ഓളം കുട്ടികൾ മത്സരത്തിന് പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ സമാപന സമ്മേളനമാണ്.
ആനയുടെ ഏക്കത്തുകയായ 5 ലക്ഷം രൂപ നിർധന കുടുംബത്തിന്റെ വീട് നിർമ്മാണത്തിനായി നൽകി ചാലിശ്ശേരി നവയുഗ കമ്മിറ്റി മാതൃകയായി. മുലയമ്പറമ്പത്തുകാവ് പൂരത്തിന് ആനയ്ക്കായി നൽകേണ്ട തുകയാണ് ആലിക്കര വേങ്ങാട്ടുപറമ്പിൽ അജിതന്റെ കുടുംബത്തിന് സഹായമായി നൽകിയത്. കൂലിപ്പണി ചെയ്ത് കുടുംബം പോറ്റിയിരുന്ന അജിതൻ ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം മരണപ്പെട്ടിരുന്നു. പെരുമ്പിലാവ് അറക്കലിലുണ്ടായ വാഹനാപകടത്തിൽ അജിതന്റെ മൂത്ത മകൻ +1 വിദ്യാർത്ഥിയായ 15 വയസ്സുള്ള അതുൽ കൃഷ്ണയും മരിച്ചു. ഇതോടെ കുടുംബം മാനസികമായും സാമ്പത്തികമായും ദുരിതത്തിലായി. തുടങ്ങിവെച്ച വീടുപണി നിലയ്ക്കുകയും ചെയ്തു. കുടുംബത്തിന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കിയാണ് നവയുഗ കമ്മിറ്റിയിലെ 40ഓളം അംഗങ്ങൾ കുടുംബത്തിന് തണലായി മുന്നോട്ടു വന്നത്. ചിറക്കൽ കാളിദാസിനെ 5,03,000 രൂപയ്ക്ക് ഏൽപ്പിച്ചിരുന്നു. വീടിന്റെ പണി പൂർത്തീകരിക്കാനായി ആനയെ ഒഴിവാക്കി തുക വീട് പുനരുദ്ധാരണം നടത്താൻ തീരുമാനിച്ചു. അഡ്വാൻസായി ആനയ്ക്ക് നൽകിയ 20,000 രൂപ ആവശ്യമറിഞ്ഞപ്പോൾ ഉടമ കമ്മിറ്റിക്കാർക്ക് തിരിച്ചു നൽകി പിന്തുണ അറിയിക്കുകയും ചെയ്തു. പൂരാഘോഷം ശിങ്കാരിമേളത്തിൽ ഒതുക്കുകയും ചെയ്തു. പ്രസിഡന്റ് MS മനു, സെക്രട്ടറി സനൂപ്, ട്രഷറർ MK ശരത്ത് എന്നിവരാണ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. കീഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയുടെ ചികിത്സയ്ക്കായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി 96,000 രൂപയുടെ ധനസഹായം നൽകും. ആദ്യ മാസത്തെ സഹായം നഗരസഭാ കൗൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസൻ കോളേജ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ സുഹൃത ബാലകൃഷ്ണന് കൈമാറി. ജന്മന ടൈപ്പ് 1 ഷുഗർ ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലാണ് വിദ്യാർത്ഥി. മാസം തോറും ഇൻസുലിൻ, മറ്റു മരുന്നുകൾ എന്നിവയ്ക്കായി 8,000 രൂപയോളം ആവശ്യമാണ്. യൂണിയൻ ജനറൽ ക്യാപ്റ്റൻ OS അഭിനവ്, ജോയിന്റ് സെക്രട്ടറി CG അരുണിമ, മാഗസിൻ എഡിറ്റർ PA റംലത്ത്, ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ആശാവർക്കർമാരുടെ സമരം. സർക്കാർ ഇറക്കിയ സർക്കുലർ കത്തിച്ച് പുന്നയൂർകുളത്ത് കോൺഗ്രസ് പ്രതിഷേധം. മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നയൂർകുളം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം കുന്നക്കാടൻ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PP ബാബു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ അബു താഹിർ, ഷാനിബ, മൊയ്തുണി തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭയും താലൂക്ക് ആശുപത്രിയും സംയുക്തമായി സാന്ത്വന പരിചരണ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ചാവക്കാട് നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലിം അധ്യക്ഷത വഹിച്ചു. പാലിയേറ്റീവ് കെയർ സ്റ്റേറ്റ് കൺവീനർ MG പ്രവീൺ സാന്ത്വന പരിചരണത്തെക്കുറിച്ച് ക്ലാസ് നൽകി. താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ രാംകുമാർ, CDS ചെയർപേഴ്സൺ ജീന രാജീവ്, കൗൺസിലർമാർ, ആശാവർക്കർമാർ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളിലെ ശാരീരികക്ഷമതയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതിനായി പെരുമ്പിലാവ് അൻസാർ ഹെവൻസ് പ്രീ സ്കൂളിൽ നടന്ന സ്വിമ്മിംഗ്, സൈക്ലിംഗ് മത്സരങ്ങളിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിജയികൾക്ക് മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ്, CEO ഷഹീദ്, അറബിക് ഡിപ്പാർട്ട്മെന്റ് HOD ബഷീർ ഷർക്കി, പ്രിൻസിപ്പാൾ സുമയ്യ, അബ്ദുൾ റഷീദ്, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. ചർമ്മം. വട്ടേക്കാട് ആലുപ്പറമ്പ് പള്ളിക്ക് സമീപം രായമരയ്ക്കാർ വീട്ടിൽ നാലകത്ത് യൂനൂസ് ഭാര്യ ഷബ്ന നിര്യാതയായി. 29 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. മുഹമ്മദ് ഹൈസിൻ മകനാണ്. സ്റ്റാർ ഇലക്ട്രോണിക്സ് പാർട്ട്ണർ കോടത്തൂർ അച്യുതൻ മകൻ മോഹനൻ നിര്യാതനായി. ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9 മണിക്ക് നടക്കും. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.